ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇൻസ്റ്റയിൽ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇന്നത്തെ ദിവസം ഓപ്പർച്യൂണിറ്റികളുണ്ടായിരുന്നു, ചാർട്ടിനെ ഒന്ന് നോക്കുന്നു, പ്രൈസ് ആക്ഷൻ ഉള്ള റീഡ് ചെയ്യാൻ 24,500 സിഇഒ ഇന്നലെ നമ്മൾ ട്രേഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ 4,000 കോള് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസ് തൊട്ട് ജൂലൈ 13, 14, 15 തീയതികളിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. പിന്നീട് അത് റെസിസ്റ്റൻസ് ആയി. ആ ഒരു റെസിസ്റ്റൻസിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ അതിലേക്ക് റീടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇന്നലെ ഒരു എൻട്രി കൺഫർമേഷൻ എടുത്തത്. അത് മാത്രമല്ല, ഇവിടെ നിന്നൊരു ബൈയിങ് സ്ട്രെങ്ത് ആയി, ആ ഒരു ബയർ സ്ട്രെങ്ത് ആയ ഒരു ഏരിയ കൂടിയായിരുന്നു അത്. പോരാത്തതിന് തൊട്ട് കുറച്ച് മുന്നേ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് റീജിയൻ കൂടിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ബയേഴ്സ് സ്ട്രോങ് ആയിരുന്നതുകൊണ്ട് അവിടെ ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തു. ഓക്കെ, ഇന്നത്തെ ദിവസം നമ്മൾ വരുമ്പോഴും കോളിൽ തന്നെയാണ് നമുക്കൊരു മാർക്കറ്റ് വ്യൂ ഉണ്ടായിരുന്നത്. കാരണം കോൾ സൈഡിലാണ് ഓരോ ദിവസവും TDHകൾ മുകളിലേക്ക് നിരന്തരമായി ബ്രേക്ക് ചെയ്ത് ബയേഴ്സിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നത്, അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ കാണിക്കുന്നുണ്ട്. അതേസമയം പുത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പുത്തിൽ ഓരോ ദിവസവും TDHകൾ താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ നോക്കണ്ട, അതിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ ദിവസവും 31 TDH ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഓഗസ്റ്റ് 3 ഇന്നും ഓപ്പണിംഗിൽ TDH താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ആയത്. അത് ഡൗൺ ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ പക്ഷേ കോളില് ഞാൻ ഇന്നലെ പറഞ്ഞ അതേ കൺഫർമേഷൻ വെച്ചാണെങ്കിൽ എനിക്ക് ഇവിടെയും ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷേ ഈ ഒരു ട്രേഡിന് എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് TDH ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ TDH ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ ഒരു സ്ട്രോങ് സെല്ലർ സെന്റിമെന്റ്സ് ഉള്ള ഒരു ക്യാൻഡിലാണ് TDH ബ്രേക്ക് ചെയ്തത്. അത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ ഞാനൊരു റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റേഞ്ചിന് ഒരു പ്രത്യേകത, 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്ത് ഞാൻ ആ റേഞ്ച് ബാക്കിലേക്ക് പോകാം. റേഞ്ച് ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 13, 14, 15 തീയതികളിൽ സപ്പോർട്ട് എടുത്തതുപോലെ 10, 13, 14 ഈ ഒരു റേഞ്ചിൽ പലതവണ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പലതവണ പ്രൈസ് അങ്ങോട്ടേക്ക് എത്തുമ്പോഴെന്താണ് ടാപ്പ് ചെയ്ത് താഴോട്ട് വരുന്നത്. ഈ ഒരു രൂപയില് 15-ാം തീയതി നോക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് എത്തിയിട്ടില്ല. അതായത് ഇവിടെ ഉണ്ടായിരുന്ന സെല്ലേഴ്സ് താഴോട്ട് ഷിഫ്റ്റ് ആയി വീണ്ടും സെല്ലിങ് ആക്റ്റീവായി. വീണ്ടും ആ ഏരിയയിലേക്ക് വന്ന സെല്ലേഴ്സ് വീണ്ടും അവിടെ ആക്റ്റീവായി. അപ്പോൾ നമുക്ക് കാണാം, ഒരു റെസിസ്റ്റൻസ് കറക്റ്റ് ആ ഒരു റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ മാത്രമല്ല സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നത്, തൊട്ട് നേരത്തെ ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു റേഞ്ചിൽ നിന്ന് ജസ്റ്റ് ടച്ച് ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു റേഞ്ചിന്റെ ഏരിയയിൽ നിന്നാണ് സെല്ലേഴ്സ് മോർണിംഗിൽ ആക്റ്റീവ് ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ ഒരു സെല്ലേഴ്സ് സെന്റിമെന്റ്സിൽ മാർക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ് TDH ബ്രേക്ക് ചെയ്തുകൊണ്ട് സെല്ലേഴ്സ് സെന്റിമെന്റ്സിൽ ഓപ്പൺ ആയി. അത് മാത്രമല്ല, തൊട്ട് മുകളിലുള്ള ഒരു സെല്ലേഴ്സ് ഏരിയയിൽ നിന്നുള്ള ഒരു റിജക്ഷൻ കൂടിയാണ് ഈ ക്യാൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഏരിയയിൽ ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യാത്തത്. ഇനി ട്രേഡ് അവിടെ പ്ലാൻ ചെയ്താലും നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ പ്രോഫിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 5 പോയിന്റിന്റെ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു 5 പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന റിസ്ക് 10, 12 പോയിന്റ് SL, 10 to 12 പോയിന്റ് SL വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു 5 പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇൻ കേസ് അത് SL ഹിറ്റ് ആയി കഴിഞ്ഞാൽ തൊട്ട് തലേ ദിവസം കിട്ടിയ പ്രോഫിറ്റിന് കൂടിയാണ് ആ ഒരു SL പോയിന്റ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ട്രേഡിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആ ട്രേഡിൽ നിന്ന് മാറി. ചില ദിവസങ്ങൾ ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുന്നതും നല്ലൊരു ട്രേഡിംഗ് സ്റ്റൈലാണ്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഒരു 102 മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ആ 102 എനിക്ക് പ്രൈസ് ട്രേഡ് എടുക്കണമെങ്കിൽ ഇത് സെൽഫായിട്ട് SL കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഈ ഒരു സിംഗിലോ അല്ലെങ്കിൽ തൊട്ട് താഴെ പഴയ ദിവസത്തെ ഒരു സിംഗിലോ ഉണ്ട്. അതായത് ഒരു 87, 88 റേഞ്ചാണ്. ഈ 88 റേഞ്ചിൽ നിന്നൊക്കെ നമ്മൾ എൻട്രി എടുക്കും.
അവിടുന്ന് ഒരു 10 പോയിന്റ്സ് SL കീപ്പ് ചെയ്താൽ എനിക്കൊരു 98, 99 എൻട്രി അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ ആ ഒരു പ്രൈസിലോട്ട് എൻട്രി കിട്ടുന്നുണ്ട്. ഈ എൻട്രി കിട്ടിയാൽ തന്നെയും ഈ ഒരു ട്രേഡിന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം എപ്പോ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ആവാം. താഴോട്ടൊരു ഡൗൺ സൈഡ് മൂവ് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡിൽ ഞാൻ താല്പര്യം കാണിക്കാതിരുന്നത്. അപ്പൊ അത് അതേപോലെ തന്നെ ആ ഒരു ഞാനൊരു എക്സ്പെക്ട് ചെയ്ത ഡൗൺ സൈഡ് മൂവ്മെന്റ് ഇവിടെ 55 കൺഫർമേഷൻ കിട്ടിയിരുന്നു. പിന്നീട് എന്താണ് അങ്ങോട്ട് പ്രൈസ് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ചില ക്വാളിറ്റി ഉള്ള ട്രേഡുകൾ ഇതുപോലെ നമുക്ക് ഫിൽറ്റർ ചെയ്യാം, അവിടുന്ന് മാറി നിൽക്കാം, എടുക്കേണ്ട ട്രേഡുകൾ ഉണ്ടെങ്കിൽ എടുക്കാം. ഇനി ഇന്നത്തെ ദിവസം ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിൽ എന്താണ് വാലിഡ് ആയിട്ടുള്ള റേഞ്ച് ആണ് 24,500. എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ചിൽ നിന്നാണ് സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് മുകളിലോട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷെ ആ ഒരു റേഞ്ചിലോട്ട് വരുമ്പോഴത്തേക്കും അത് കുറച്ച് ഔട്ട് ഓഫ് ദ മണി ആയിട്ട് കുറച്ചും കൂടെ പ്രൈസ് കൂടിയ സ്ട്രൈക്കറിന് 24,400 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം മണിയായിരുന്നു. 24,400 ഇതേ റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ആ റേഞ്ചിൽ എന്താണ് സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് അപ്സൈഡ് പോയിട്ടുണ്ട് അല്ലെ. അതായത് പ്രൈസിനെ ഇത്രയും രീതിയിൽ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള അപ്സൈഡ് മുഴുവൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ അതായത് ബയേഴ്സ് നിൽക്കുന്ന ലൊക്കേറ്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് സാധാരണക്കാരൻ കൺസ്യൂമേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് എവിടെ നിൽക്കുന്നു, സെല്ലേഴ്സ് എവിടെ നിൽക്കുന്നു ഐഡന്റിഫൈ ചെയ്യുക. നമ്മളൊരു ബയർ ആണെന്നുണ്ടെങ്കിൽ ആ ബയേഴ്സ് നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടെത്തി അവിടെ നമ്മുടെ റിസ്ക് അനുസരിച്ച് ഒരു ട്രേഡ് ചെയ്യാം. അതാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്തു. അതാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധിക്കുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന് താഴേക്കാണ് SL വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 71 പ്രൈസിലേക്ക് ആയിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 20 പോയിന്റ്സ് ആയിരുന്നു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയും ചെയ്യും. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നിന്നായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാതിരിക്കും. ഞങ്ങൾ നമ്മുടെ ബിസിനസ് പോളിസി അനുസരിച്ചുള്ള ഒരു ടാർഗറ്റ് 10 to 20 പോയിന്റ്സ് ഡെയിലി എടുക്കുക എന്നുള്ളതാണ് എന്റെ എയിം എന്നുള്ളത്. അത് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ആ ഒരു ട്രേഡ് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് ആക്റ്റീവായി തൊട്ട് നെക്സ്റ്റ് ഇനി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള റേഞ്ച് ഇവിടെയാണ് അല്ലെ. അപ്പൊ ആ ഒരു സൈഡ് വരെ ഉള്ള ഒരു മൂവ് എന്തായാലും ഫിഫ്ത്ത് സൈഡിലും ആക്റ്റീവ് ആണ് അല്ലെ. ഫിഫ്ത്ത് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫിഫ്ത്ത് സൈഡിൽ ഓരോ ദിവസവും വീഡിയോയിൽ താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഡൗൺ ട്രെൻഡാണ് അല്ലെ. ഇതൊരു സത്യത്തില് ട്രെൻഡ് പൂർണ്ണമായിട്ട് മാറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡൗൺ ട്രെൻഡിന്റെ ഒരു റീടെസ്റ്റ് എന്തായാലും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു റീടെസ്റ്റ് ആണ് ഇവിടെ സംഭവിച്ചത്. ഓൾ സൈഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ദിവസവും PDH മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് 28, 29 തീയതി PDH ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും 30 PDH ബ്രേക്ക് ചെയ്തു. 31 അങ്ങനെ നിരന്തരമായി PDH ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സിനേറിയാണ് നിങ്ങൾ കാണാൻ കഴിയും അല്ലെ. അപ്പൊ ഇങ്ങനെ നിരന്തരമായി അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ചാർട്ടില് എങ്ങനെ നോക്കിയാലും ഏതെങ്കിലും ഒരു ദിവസം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും അവിടെ വരും. അത് ഷുവറാണ്. അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതിന്റെ ഒരു സൂചനയാണ് സത്യത്തിൽ ഇന്നലെ ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നത് അല്ലെ. 24,500 ഞാനൊരു റെസിസ്റ്റൻസ് ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 24,400 വലിയൊരു റേഞ്ച് വന്നത്. കറക്റ്റ് ആയിട്ട് 24,400 ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ടാണ് താഴോട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് ആയത് അല്ലെ. എപ്പോ വേണമെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇങ്ങനെ നിരന്തരം അപ്സൈഡ് പോകുന്ന ക്ഷണത്തിൽ എക്സ്പെക്ട് ചെയ്യുക. ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് താഴോട്ട് വന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യത ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ രാവിലെ ഈ ഒരു എന്നുള്ള ട്രേഡ് ഒഴിവാക്കാനുള്ള കാരണം. നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവുന്നു. ഇനി ഇത്തിരി നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുകൂടി നോക്കാം. ഇട്ട് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം അതിന് അഗെയിൻസ്റ്റ് ഉള്ള ഒരു ട്രേഡാണ്. അപ്പൊ അത് മാത്രമല്ല ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ്. ഇതിന് ജസ്റ്റ് ഒരു റീടെസ്റ്റ് നോക്കി പോകാൻ സാധ്യതയില്ല. ഡിപ്പിറ്റില് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓഗസ്റ്റ് 3 തീയതി ഉണ്ടായിരുന്ന കൺസോൾട്ടേഷൻ റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തതിനു ശേഷം ഇന്നത്തെ ദിവസം
ഇന്നത്തെ ദിവസം ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ഒരു ഹൈയും ലോയും മാർക്ക് ചെയ്തു. ആ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ എന്ന് പറയുന്നത് ഇതാണ് 79. അത് താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല. അതിനുശേഷം എന്താണ് ഇന്നത്തെ ഒരു പീരിയഡ് ഉണ്ടായിരുന്നു 118. അപ്പം ലാസ്റ്റ് ഡൗൺ ട്രെൻഡ് കൺഫർമേഷൻ വന്നിട്ട് സെല്ലേഴ്സ് ലാസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഫിഫ്റ്റിന് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു സെല്ലേഴ്സിനെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് വരണമായിരുന്നു അല്ലേ? അങ്ങനെ ഒരു റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സദ്യയാണ് ഈ ഒരു റേഞ്ചിനെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരു റീടെസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. റീടെസ്റ്റ് എക്സ്പെക്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ വെച്ചാൽ അങ്ങനെ റീടെസ്റ്റ് വന്നില്ല. പകരം റീടെസ്റ്റ് വന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലേഴ്സ് ഇല്ല. ഈ ഒരു റീസണിന്റെ പ്രാധാന്യം എന്താണ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാം. 31-ാം തീയതിയുടെ ഒരു TVL-ആണ്. ജസ്റ്റ് മാർക്കറ്റ് ക്ലോസ് നേരം പ്രൈസ് കൺസോൾട്ടേറ്റ് ചെയ്ത് അതിലേക്ക് പോകുമെന്ന് കാണിച്ചതിനായിട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്ത രീതിയാണ്. ഇതെന്താണ് ഇന്നത്തെ ദിവസം ഒരു വീക്ക് സപ്പോർട്ടായിരുന്നു. അപ്പൊ ആ ഒരു സപ്പോർട്ട് എന്താണ് മേ ബി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം. ആ ഒരു റെസിസ്റ്റൻസ് അടുത്തേക്ക് വന്നപ്പോഴാണ് ഈ സെല്ലേഴ്സ് ആക്റ്റീവ് ആയത് അല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബ്രേക്ക് ടെസ്റ്റിൽ ഞാൻ എൻട്രി ഒഴിവാക്കി. നേരെ മറിച്ച് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലേഴ്സിനെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ ഒരു റീടെസ്റ്റ് ഈ ഒരു രീതിയിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് എൻട്രി പോസിബിൾ ആയിരുന്നു. പക്ഷേ പകരം ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന സെല്ലേഴ്സിന്റെ അടുത്ത് പോയിട്ടാണ് മാർക്കറ്റ് താഴോട്ട് അല്ലെ? അപ്പം സ്ട്രോങ് ആയിട്ടും ഒരു സപ്ലൈ സോണെന്നുള്ള ഒരു സ്ട്രോങ് സെല്ലേഴ്സ് ആക്റ്റീവായി ഈ ഏരിയയിൽ നമുക്ക് എന്താണ് പോയിന്റ് തരാതെ മാർക്കറ്റ് താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അല്ലെ? പക്ഷെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ഒരു റീടെസ്റ്റ് വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ഓക്കെ ആയിരുന്നു. പക്ഷെ നേരെ മറിച്ച് സപ്ലൈ സോണിൽ എത്തിയതിനു ശേഷമാണ് അവിടെ ആ റീടെസ്റ്റ് വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഞാൻ ഒഴിവാക്കിയത്. അതല്ല എന്നുണ്ടെങ്കിൽ കാരണം എന്താണ് ഓൾറെഡി ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലാണ് ട്രേഡ് എടുക്കുന്നത് അല്ലെ? ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ഒരു സപ്ലൈ സോൺ കറക്റ്റ് എത്തിയതിനു ശേഷമുള്ള ഒരു സെല്ലിങ്ങിനാണ് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്തായിട്ട് ഹിറ്റ് ആവും. നമുക്ക് ഇന്ന് ആകെ നമുക്കൊരു ക്വാളിറ്റി ഒരു ട്രേഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതും 24,400 സിയില് ഹോൾ സൈഡിലായിരുന്നു ഒരു ക്വാളിറ്റി ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു അത് ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി ആയിരുന്നു ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.